ആവശ്യമായി ഇതിനെ കാത്തിരിക്കുന്ന സമൂഹമാണ്. കാണുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമാകുന്നുവെന്നും കാണാത്ത കാര്യങ്ങൾ നിത്യമാകുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിന്റെ അവസാനമല്ല, പിന്നെയോ നിത്യതയിലേക്കുള്ള പ്രവേശനാനുഭാവമാണ്. ജീവന്റെ പൂർണ്ണതയിലേക്ക് ദുഃഖവും കണ്ണീരും പുറകുകയും ഇല്ലാത്ത സ്വാഭാവിക അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് വിശ്വസിക്കുക. വീണ്ടും കണ്ടുമുട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായെങ്കിലും ഈ ലോകത്തിൽ അവരുടെ സാമീപ്യവും ആലോചനകളും ലഭ്യമല്ലാത്ത കുടുംബാംഗങ്ങൾ ദുഃഖിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകളിൽ നാം പങ്കാളികളാകുമെന്ന് സാക്ഷീകരിക്കുവാനും നാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നാം ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ തലമുറയായി ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൂർവീയ പിതാക്കന്മാരുടെ ത്യാഗപൂർവമായിട്ടുള്ള ജീവിതത്തെ ഞങ്ങൾക്ക് സ്മരിക്കുന്നതിന് ഈ ഒരു അവസരം ഒരുക്കിയ ഭാഗങ്ങളെ ഓർത്ത് നന്ദി കരുതുന്നു. പിതാവേ, വിവിധ ശാഖകളിൽ നിന്നും തലമുറകളിൽ നിന്നും അതിൻ്റെ കർത്താവെ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ ഞങ്ങൾക്ക് ഇന്ന് ഈ വിശുദ്ധ ആലയത്തിൽ ഒത്തുകൂടുവാനും ഞങ്ങളുടെ പൂർവീയ പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നല്ല ദർശനങ്ങളെ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനും നമ്മോടൊപ്പം സഹായിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കൂടി വന്ന എല്ലാ ശാഖകളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് കൈമാറി തന്ന നല്ല വിശ്വാസ പൈതൃകങ്ങൾക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നല്ല കുടുംബ പാരമ്പര്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതൊക്കെയും ഞങ്ങളുടെ തലമുറകളിലേക്ക് പകരപ്പെടുന്നതിനും ദൈവവുമായുള്ള സജീവ ബന്ധത്തിനും ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾക്ക് വളർത്തുന്നതിനും അവിടുന്ന് സഹായിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടുകെട്ടുകളും ഞങ്ങളുടെ ചർച്ചകളും പങ്കിടീലുകളും ഒക്കെ ഞങ്ങൾക്ക് കർത്താവെ പരസ്പരം ഞങ്ങളുടെ പൈതൃകങ്ങളെ കുറിച്ച് ഓർക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവിടുന്ന് സഹായിക്കണം. വന്നുചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. വന്നുചേരാൻ ആഗ്രഹിക്കുന്നവരും എത്രയും പെട്ടെന്ന് വന്ന് പങ്കുചേർന്ന് ഈ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് യേശു മിശിഹായെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഈ സമയം നമുക്ക് ചില പാട്ടുകളെ ചേർന്ന് പാടാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിവുള്ള ഇന്നയോളം നിറച്ചോടെ യേശു എന്ന അടിസ്ഥാനം ആത്മാവാ വഴികാട്ടി ഈ പാട്ടുകൾ നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം. ആദ്യമായി ഇന്നയോളം വിളിച്ചോണ്ട് നമ്പർ 209 പാട്ട്.
യേശുവിന്റെ അടിസ്ഥാനം 1954 യേശുവിൻ അടിസ്ഥാനം.
നാമത്തേക്ക് പ്രവചനം സാധനം ക്ഷണിക്കും.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുസ്മരണ ശുശ്രൂഷയ്ക്ക് കടന്നുവന്നിരിക്കുന്ന വർഗീസച്ചനെയും നമ്മുടെ വികാരി ഡോക്ടർ അനിൽ മാത്രച്ചനെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന ചർച്ച കമ്മിറ്റി അംഗങ്ങളെയും നമ്മുടെ സഭാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാണ്ടമ്മ വലിയ കൊച്ചിന് 9 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മകൾ ഒഴികെ ബാക്കി 8 കുടുംബങ്ങൾ ഈ അവരുടെ തലമുറക്കാരും കരിക്കാട് പ്രദേശത്ത് പാർക്കുന്നു. ഏലിയാമ്മ പള്ളിയമ്മച്ചിയുടെയും ഏനാട്ട് അന്നമ്മ പള്ളിയമ്മച്ചിയുടെയും മോഡയിൽ അച്ചിയമ്മ വല്യമ്മച്ചിയുടെയും മോഡയിൽ തോണിമാങ്കൽ സാറാമ്മ വല്യമ്മച്ചിയുടെയും തലമുറക്കാർ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉള്ളോരി അപ്പച്ചൻ്റെയും പിന്നവേരി അപ്പച്ചൻ്റെയും ഉക്കരി അപ്പച്ചൻ്റെയും നായന്മാരുടെ അപ്പച്ചൻ്റെയും പിൻതലമുറക്കാരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുൽപ്പള്ളിക്കടുത്തെത്തി നല്ലൂർ ഫാമിലിയിലുള്ള മറിയമ്മ അമ്മച്ചിയുടെയും പിൻതലമുറക്കാരെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവർ നമ്മുടെ അതിഥികളാണെന്ന് ഈ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. കർത്താവെ, ഈ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറകളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്തിനെ കുഴിയിലേക്ക് ചേർന്നാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ നിന്നും അറിയിച്ചു. നമ്മുടെ കാണുന്ന വഴിയെ വെച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് ഇന്ന് 100 വർഷം തികയുന്നു. ഈ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുന്നതിനും അവരിലൂടെ നമുക്ക് ലഭിച്ച ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തുതിസമർപ്പണങ്ങൾ അർപ്പിക്കുന്നതിനുമാണല്ലോ നാം ആരാധിക്കുന്ന ഈ ദേവാലയം, അതിൻ്റെ ഭൂസ്വത്തുക്കൾ, സ്കൂൾ, അതിൻ്റെ പരിസരങ്ങളും പ്രാർത്ഥനയിലെ ഭൂസ്വത്ത് ഇവ വല്യപ്പച്ചൻ്റെ സംഭാവനകളാണ്. കാണ്ടമ്മ വല്യമ്മച്ചിയെ ആരും കണ്ടിട്ടില്ല. എങ്കിലും വല്യമ്മച്ചിയുടെ അനുഗ്രഹിത ജീവിതം, ആത്മീയ വൈദ്യം, കഷ്ടപ്പാട് നിറഞ്ഞ പ്രയാണം, ദൈവത്തോട് പറ്റിച്ചേർന്നുള്ള ജീവിതം എന്നിവ നമ്മെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിവരുത്തുന്നു. അക്കരെ അപ്പച്ചൻ്റെയും വല്യമ്മച്ചി താമസിച്ചിരുന്ന വീട്ടിൽ അവരോടൊപ്പം താമസിക്കാൻ ഉള്ള ഭാഗ്യം എനിക്ക് തന്നു. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള അമ്മച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ ഭർത്തൃമാതാവിൽ നിന്നും കൈമാറിയ ദൈവസ്നേഹം, ആ ദൈവസ്നേഹം എന്നെയും ജീവിതത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. വലിയപ്പച്ചൻ്റെയും വലിയമ്മച്ചിയുടെയും പ്രാർത്ഥന എന്നത് ദിവസം തുടങ്ങാനുള്ള ഒന്നായിരുന്നു. ഈ സംഗമം അവസാനിച്ച ഒരു ജീവിതത്തിന്റെ ഓർമ്മ മാത്രമല്ല, തുടരുന്ന ഒരു പൈതൃകത്തിന്റെ ആഘോഷമാണ്. ഈ കരിക്കാട്ടൂരിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് പലരായ കുട്ടികൾ ഇവിടെ നിന്നാണ് പ്രയാണം തുടങ്ങിയതെങ്കിലും നമ്മുടെ ഈ ഗ്രാമം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു ആത്മീയ കേന്ദ്രമാണ്. ഉള്ളൂരിലെ അപ്പച്ചൻ്റെ ചെറുമകന് ദൈവം കൊടുത്ത ഒരു കാഴ്ചയാണ് നമുക്കിങ്ങനെ ഇവിടെ കൂടി വരാൻ മുഖാന്തരമായത്. മിസ്റ്റർ തമ്മിയുടെ ഈ ഉൾക്കാഴ്ച ഫലം കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി സംഗമത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ സന്തതികളുടെ അനുഗ്രഹവും ഓർമ്മകളും നിറഞ്ഞതാകട്ടെ. ദൈവം നമ്മെ എന്നും നയിക്കുകയും നമ്മുടെ കുടുംബങ്ങൾ ഒരുമയിൽ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ സമയം ഇതിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേറെ ഭാഗങ്ങൾ നമുക്ക് വായിച്ചേക്കാം. അടുത്തായിട്ട് ശ്രീമതി ചിറ്റി വിൽക്കുകയും അതുപോലെ തന്നെ അതിനുശേഷമായിട്ട് ലേഖന ഭാഗങ്ങളായിട്ട് ശ്രീമതി സാറാക്കുകയും ശ്രമിച്ചു. സങ്കീർത്തനം 23. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ ഭൂപ്രങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു.
എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്റെ നീതിപാതകളെ നടത്തുന്നു. കുതിരയുടെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനക്കവും ഭയപ്പെടുന്നില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാണ്ട് നീ എനിക്ക് വിധി വരുത്തുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കളയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഉണ്ടാകട്ടെ. ഭാഗം വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പി. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളം നിലയിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കടന്നു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയണി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവത്താൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവിടെ ഭാഗം അവസാനിക്കുന്നു. നമ്മുടെ ഫലങ്ങളെ നടത്താം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആരാധനയ്ക്ക് കൂടി വരുന്നതിനൊക്കെ ശേഷമായി ഇപ്രകാരം കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങൾക്കാണ് ഇതിന് മുഖാന്തരമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാങ്ങിപ്പോയി ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നുവെന്ന് നാം ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കടമപ്പള്ളി എന്ന പ്രിയപ്പെട്ട വാത്സല്യമാനാവിന്റെ ജീവിതത്തിനായും ദർശനത്തിനായിട്ടും ജീവിത നന്മകൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരിലൂടെ ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളെ അർപ്പിക്കാം. വിശ്വസ്തയോടുകൂടെ ഓടിക്കൊണ്ടിരിക്കണം. ദൈവം നമുക്ക് സാവകാശം നൽകേണ്ടതായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് നമ്മളുടെ ആവശ്യത്തെ ദൈവസന്നിധിയെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയം ശ്രീമതി കുഞ്ഞിഞ്ഞാമിയും അതോടൊപ്പം തന്നെ ശ്രീമതി അരുൺ ചെയ്തു പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവർ വലിയ ദൈവഭക്തരും കർത്താവ് മനുഷ്യ സ്നേഹികളും ആയിരുന്നുള്ളത് യാതൊരു സംശയമില്ല. അവരുടെ രണ്ടുപേരും കർത്താവ് താരശീല രാമമച്ചിയാണെങ്കിൽ പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും ധാരാളം കുലിക്കാനായിട്ട് അതുപോലെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ നാടൻ കൃഷിയായിരുന്നു. അത് വലിയ ദൈവഭക്തിയായിരുന്നു എന്നാണ് അമ്മച്ചേരിന്റെ ഒക്കെ എന്റെ വെല്ലുവിളിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ആ അവര് രണ്ടുപേരുടെ ആ
ജീവിച്ചിരുന്നത്. ആ കാലങ്ങളെല്ലാം തരണം ചെയ്ത് അവര് ഈ മനോഹരമായ സ്ഥലത്തെ മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് പോകാൻ അവർ സ്വർഗത്തിൽ വിശ്രമിക്കുന്നതോടുള്ള ഒരു സന്തോഷത്തോടെ ഓർക്കുന്നു. അന്നേ കാലത്ത് കൃഷ്ണഗിരി ഭരിക്കുന്ന സമയമാണ്. മതാത്മ സായിപ്പന്മാരൊക്കെ ഇവിടെ വന്ന് ഈ വനപ്രദേശത്തോട് നടന്ന് അവിടെ ഇവിടെയുള്ള ഈ കൂലിക്കാരുടെ പിള്ളേരെ അവിടെ അവരുടെ അപ്പത്തെ പിള്ളേരെ എല്ലാം പിടിച്ചിരുത്തി പിന്നെ വൈകുന്നതകൾ പറയുകയും അതുപോലെ ക്രിസ്ത്യഗീതം പഠിപ്പിക്കുകയും കഥകൾ പറഞ്ഞിരിക്കുകയും പടങ്ങൾ കാണിക്കുകയും ചെയ്ത് കൊടുത്ത് അവർക്ക് ആ പിള്ളേർക്ക് അവരുടെ വളരെ വലിയ സന്തോഷമായി അവർക്ക് വലിയ ദൈവത്തിനെ ആശ്രയിക്കാനുള്ള ഒരു വഴിയായി തീർന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഈ അപ്പം തന്നെ മനസ്സിന് വലിയ ആഗ്രഹം അനേകർക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരാലയം ഉണ്ടാക്കണമെന്ന് തോന്നി. അത് അങ്ങനെയാണ് എന്റെ പ്രാർത്ഥന ബൈബിൾ പള്ളികൾ സ്ഥാപിക്കാൻ ദൈവം അനുവദിച്ചു. അവർ പള്ളി സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രാഥമിക ജ്ഞാനം ഉണ്ടാകണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു സ്കൂൾ പഠിക്കാൻ ആഗ്രഹിച്ചു. പ്രൈമറി സ്കൂൾ എല്ലാവരും വായിക്കാനെങ്കിലും കുട്ടികൾ പഠിക്കണം. അങ്ങനെ ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിച്ചു. ഇത് രണ്ടും അധികാരിയുടെ മഹായിടവയ്ക്ക് എഴുതി കൊടുത്തു. അവിടെ നിന്നാണ് അച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. സ്കൂളിലെ അറ്റ്മോസ്ഫിയർ താമസിക്കാൻ ഒരു മിഷൻ വീടുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ സ്കൂൾ സ്ഥാപിച്ച ആ സമയത്താണ് 1955 ഞാനിവിടെ വന്ന് 58 വരെ 3 വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് തന്നെയല്ല എനിക്ക് രക്ഷിക്കപ്പെടാൻ സാധിച്ചത് ഈ പ്രദേശത്ത് വന്നതിന് ശേഷമാണ്. സീമസ്കാരുമായിട്ടുള്ള ഇടപെട്ടിട്ടാണ്. ഞാൻ യാക്കോബുകാരിയാണ്. ഞാനിവിടെ കുഞ്ഞിച്ചായന്റെ വീട്ടില് പാലക്കാട് കുഞ്ഞിച്ചായന്റെ വീട്ടിലാണ് 3 വർഷം താമസിച്ചിരുന്നത്. അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ച ദിവസവും വൈകിട്ട് കൂട്ടായ്മ നടന്നിരുന്നു. അവർക്ക് ദൂരെ ഒക്കെ ആൾക്കാർ വരുമായിരുന്നു. അവർ വന്ന് വ്യക്തമായി പിടിച്ച് കമ്പയർ അടിച്ച് വിശ്രീകം പാടിയാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അത് പ്രാർത്ഥന പ്രസംഗം സാക്ഷ്യമൊക്കെ അത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് അക്കൗണ്ടായിരുന്നു വാർത്തകൾ. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റരുത്. ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തു. എന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ആ പാവപരിഹാരത്തിനായിട്ട് കാൽവരി യാഗമായിട്ട് അവർ പുസ്തകത്തിൽ നിരക്കം വരെ കുറ്റിയായിട്ട് പാവങ്ങൾക്ക് പരിഹാരമാക്കി തന്ന ആ വലിയ രക്ഷ അനുഭവിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഇന്ന് എന്നെ വഴി നടത്തുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതുപോലെ എന്റെ വലിയ വലിയ ദൃഢവിശ്വാസി വ്യക്തിവിശ്വാസി എന്ന് പറയും. സാധാരണ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അതുപോലെ ദൈവം ചെയ്തു തരുമെന്നുള്ള രീതിയിലുള്ള ചിന്തയിലാണ് ആ വലിയ ജീവിച്ചിരുന്നത്. ശ്രീ അമ്മച്ചന്റെ അമ്മച്ചിയുടെ മൂത്ത മകള് സന്ധ്യക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ഞങ്ങൾ സങ്കീർത്തനം വായിക്കുമ്പോൾ അത് നിർബന്ധം. സന്ധ്യക്ക് വിളവെച്ചാൽ അവിടെ നമ്മൾ കേട്ടില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്നാല് ഞങ്ങൾ സങ്കീർത്തനം വായിക്കും. പക്ഷെ അതൊക്കെ അമ്മച്ചി അന്നേരം വാക്കിൽ വെച്ച് തരും. അമ്മയ്ക്ക് വെള്ളക്കൂടെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് പകരം മുഴുവൻ ദിവസം വായിക്കുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ കുട്ടിയായിട്ട് ഓർമ്മ വരുന്ന സമയങ്ങളല്ല. അങ്ങനെ നല്ല വിശ്വാസത്തിൽ ജീവിച്ചു ഈ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ ആയിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാനൊന്നും അറിയത്തില്ല. ഞാൻ എഴുതായിരുന്നു പറഞ്ഞ വാർത്ത ഇത് അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ 63 രൂപയാ ശമ്പളം. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു കരുതോണ്ട് എഴുതായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇവിടെ വന്നപ്പോൾ 63 രൂപ ശമ്പളം. അതല്ല എനിക്ക് അതിലും വരുന്ന ഏറ്റവും വരുന്ന എന്റെ ഹൃദയത്തിൽ എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു കരുതോണ്ട് ഞാൻ ഇരുന്നു. എനിക്ക് പറയാൻ അറിയത്തില്ല. ആ ദൈവം ഇന്ന് തന്നെ വേണ്ട നടത്തുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നതാണ് എന്റെ കർത്താവേ. അതുപോലെ ഈ മനുഷ്യസ്നേഹികളായ ഈ മാതാപിതാക്കള് അവർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് തലമുറകൾക്ക് വേണ്ടി മാതൃകയായിട്ട് ജീവിച്ച ആ ജീവിതത്തെ കർത്താവ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇന്ന് അത് ഉയർത്തിക്കൊടുക്കുക. അതിനുവേണ്ടി ഇന്നത്തെ 3ാമത്തെ തലമുറ ഇതിനു വേണ്ടി ഒരുങ്ങി. അതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. അവര് ഉണ്ണിച്ചായന്റെ തമ്പി, അതുപോലെ തന്നെ മകന്, അതുപോലെ നമ്മുടെ അപ്പൂപ്പിന് ഫലമായിട്ടാണ് ഇന്ന് ഇതുപോലെ ഒരു സംഘടന ഇവിടെ രൂപീകരിക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് വന്ന് സംബന്ധിക്കാൻ കഴിയുമെന്ന് എനിക്ക് ചെയ്തു.
സ്തുതിക്കുന്നു. കർത്താവേ, അതാ ഇത് പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, സംഘത്തിൽ പറയുന്നു, ഇതാ നോക്ക എന്താ ഇതെന്ന് നോക്കാൻ ഇതെന്ന് ഈ കാഴ്ച നമ്മുടെ ഈ കാഴ്ച എന്ന് നോക്കാതെ പറയുന്നത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും എത്ര മനോഹരവും. ഇത് ജനങ്ങൾ കാണട്ടെ സഹോദരന്മാർ ജീവിക്കുന്നതിന്റെ സുഖവും സന്തോഷവും. അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കൊടുത്താൽ സ്നേഹവാനായ സ്വർഗീയ നല്ലതാവേ, സന്ധിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശവും ഭൂമിയും സർവ്വശക്തനായ സകലത്തിന്റെ ഉടലും നാഥനുമായ പിതാവേ, നീ അടിയത്തെ പിതാവായിട്ടുള്ള ഓർമ്മ നന്ദിയോടെ സ്തോത്രം. ഒരു കൽപ്പനയില്ലാതെ അടിയെ അവിടുന്ന് കണ്ടു എൻ മക്കളാക്കി എന്നെ അവകാശികളാക്കി തീർത്തിരിക്കുന്ന ആ വലിയ പദ്ധതിക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നീ നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി. സന്ധികളിലും ഇന്നതോളം മാറ്റാതെ എന്നെ നടത്തുന്ന വലിയ കൃപയെ കർത്താവെ പ്രസ്തുതിച്ചാലും അത് വരികയില്ല. നന്ദിയല്ലാതെ അടിയൊന്നും പറയാനില്ല. കർത്താവെ, എന്റെ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, എത്രത്തോളം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് സംഭവങ്ങളെല്ലാം വിളിച്ച് പറയുന്നു. കർത്താവെ, മനുഷ്യരെല്ലാം സ്നേഹമില്ലാത്തവരായിട്ട് ദുർമാർഗങ്ങളായിട്ട് ജീവിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ സമാധാനം എടുക്കപ്പെട്ടിരിക്കുന്ന കാലയളവിൽ മനുഷ്യവർഗത്തോടും മനസ്സരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 15 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാൻ സാധ്യതയുള്ളവരായിട്ട് കർത്താവെ, ഒരു അമ്മയെ ഞെട്ടിക്കൊല്ലാനും അവരെ തല്ലിക്കൊല്ലാനും കൊലപാതകം ചെയ്യാനും വീടറിഞ്ഞാൽ എന്ത് വേണ്ട എല്ലാം ചെയ്യാനുള്ള ഒരുക്കത്തോടെ കിടന്ന കുഞ്ഞുങ്ങളാണ്. കർത്താവെ, എന്റെ ദൈവമേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കാൻ തലമുറകൾക്ക് വേണ്ടി അലറി കലവാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സോടൊപ്പം മനസ്സരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ വന്ന് കർത്താവെ ഇത് സംബന്ധിക്കാൻ എന്നെ നീ അനുവദിച്ചതോർത്ത് സ്തോത്രം. എല്ലാത്തിനും നന്ദി. നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യാക്കോബിന്റെയും ദൈവമായി തലമുറയായി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വെള്ളെടുത്തിയ ദൈവമേ, ഈ വിശുദ്ധ പകൽക്കാലം ഇങ്ങനെ ഞങ്ങൾക്ക് ഈ മനോഹരമായ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തമ്പുരാൻ കാണിച്ച കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അതിശയകരമായി നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങൾ അനുഭവിച്ച നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സമർപ്പിക്കുവാനും തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ സ്പർശിച്ചതായ ഈ മനോഹരമായ ഗ്രാമത്തിൽ കർത്താവെ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ മനോഹരമായ ഒരു ദേവാലയം തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതായ എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഈ കരക്കാട്ടൂരിന്റെ പ്രദേശത്തായി തീർന്ന ഞങ്ങളുടെ കാണ്ടമ്മ വലിയ അമ്മച്ചിയെയും പ്രിയ അപ്പച്ചനെയും മറ്റു കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 100ാം ചരമവാർഷിക ദിനത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിലായിരിക്കാൻ കർത്താവ് കരുണ കാണിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ കർത്താവെ സുവിശേഷത്തിന്റെ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് കർത്താവെ അവിടെ നാക്കി തീർത്ത തമ്പുരാന്റെ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, നന്ദിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അങ്ങയോട് പറയുവാനില്ല. വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചിട്ടുള്ള ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഈ പ്രദേശത്ത് കൂട്ടിവരുത്തുകയും ഈ ഭവനങ്ങളുടെ ബന്ധങ്ങളിലായി തീരുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യുന്നതായ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രകൃതിയുടേതായ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ ദിവസം കർത്താവ് ഞങ്ങൾക്ക് തന്നതായ ഈ മനോഹരമായ ദിവസത്തിനും പ്രകൃതിയെ അങ്ങ് നിയന്ത്രിച്ചതിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെയും പല സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് കടന്നു വന്ന് കർത്താവ് ദേവാലയത്തിലായിരിക്കാൻ അങ്ങ് കാണിച്ചതായ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് തന്നതായ വലിയ സമ്പത്ത് അതൊക്കെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള മനസ്സും കർത്താവ് ഞങ്ങൾക്ക് കൈമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ കൂടിവരവൊക്കെയും സ്വർഗത്തിൽ അത് വലിയൊരു നിക്ഷേപമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് അങ്ങ് ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതായ നന്മകൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കർത്താവ് കഷ്ടപ്പാടിന്റെ അവരുടെ ത്യാഗത്തിന്റെ ഒക്കെയും അനന്തരഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയവുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ
നീ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ സ്പർശിച്ചതായ ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങേ ഒരിക്കൽ കൂടി സ്തുതിക്കുവാനും അങ്ങേക്ക് വേണ്ടി മഹത്വം കരയ്ക്കുവാനും നീ ഞങ്ങളോട് കാണിച്ചതായ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ പലവിധമായ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടേതായ നന്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നോഹയെ പോലെ യാതൊരുവിധമായ കർത്താവെ കളങ്കവുമില്ലാതെ ജീവിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശൗമന്മാരെ പോലെ കർത്താവിന് വേണ്ടി വിളി കേട്ട് അനുസരണമുള്ളവരായി തീർന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ശിഷ്യഗണങ്ങളെ കർത്താവിന് വേണ്ടി അനുഗമിച്ചപ്പോൾ അതുപോലെ കർത്താവെ ദൈവത്തെ അനുഗമിക്കാൻ കാണിച്ച ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവർ ഞങ്ങൾക്ക് തന്ന കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ തന്ന എല്ലാ നന്മകൾക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനങ്ങൾ കേൾക്കുവാനും പാട്ടുകൾ പാടുവാനും കർത്താവെ അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്മരിക്കുവാനും തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾക്ക് താണിരിക്കാൻ അവിടെ ഇടയാക്കണമേ. വീണ്ടും കർത്താവെ ഈ കൂടിവരവിന് വേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കിയതായ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഉള്ളവരെ ഞങ്ങളുടെ ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. തമ്മിച്ചായ കുടുംബത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മകളിലൂടെ ഇങ്ങനെ ഒരു ചിന്ത നൽകുകയും അതിനുവേണ്ടി വളരെ ഭാരപ്പെട്ട് കർത്താവെ പ്രയാസപ്പെട്ട് ഇത്രയും നല്ല മനോഹരമായ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതായ പ്രിയ പുരോഹിതന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഞങ്ങൾക്ക് കേൾക്കുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. കർത്താവെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും മറന്നു ജീവിക്കാൻ നീ ഞങ്ങളെ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, അവരുടെ ജീവിതത്തോട് ചേർന്നിരിക്കാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാതാവിന്റെ ജീവിതത്തെ പറ്റി നമുക്ക് ഒരു നിമിഷം നോക്കാം. ഒരു നിമിഷം നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അനുസ്മരണ അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനമുള്ള ശ്രീ സൈമൺ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള അച്ഛന്മാരെ, ബന്ധുമിത്രാദികളെ, ഇടവകകൾ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ കാണ്ടമ്മ വല്യമ്മച്ചിയുടെ 100ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെ സ്മരിക്കുന്നതിനും അവരിലൂടെ അധികമായി ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ദൈവകൃപകൾക്കുമായി നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നതിനും ആണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ വലിയ മെച്ചിയുടെ ഓർമ്മയ്ക്കായി ഒത്തുകൂടുമ്പോൾ അതിൻ്റെ ഒരു അസാധാരണത്വം തോന്നാം. എന്നാൽ എന്തുകൊണ്ടാണ് നാം ഇവിടെ ഈ അസാധാരണമായ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയത്? ഇതിലേറെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്നാമത്, കരിക്കാട്ടൂർ എന്ന ഈ സ്ഥലവുമായി നമ്മളെല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊമ്പൻ കുര്യൻ വെള്ളിപ്പച്ചൻ, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, പാട്ടാച്ചൻ എന്ന പേരാണ്. പാട്ടാച്ചൻ എന്നുള്ള പേര് വന്നതിൻ്റെ വിവരം ഇവിടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണ്ടമ്മ, കുര്യൻ കാണ്ടമ്മ, വലിയ വെല്ലുവിളിച്ച് എന്നിവർ മൂലമാണ്.
ഈ സ്ഥലത്തെത്തുകയും കഠിന അധ്വാനത്തിലൂടെയും വിശ്വസ്തയോടുകൂടി നിരവധി കാര്യങ്ങൾ നടത്തിയെടുക്കുകയും എന്നത് വളരെ ദൈവം നൽകിയ ഒരു ദൗത്യമായിരുന്നു. കുടുംബത്തിലെ ഗുണകരമായ കാര്യങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുത്തപ്പോഴും അവർ ദൈവത്തോട് വിശ്വസ്തരായി തുടർന്ന് തങ്ങളുടെ കഠിന അധ്വാനത്തിൽ ഏറെ ഫലമായി ലഭിച്ച ആസ്തികളിൽ ഒരംശം ദൈവാരാധനയ്ക്കും സാമൂഹിക പുരോഗതിക്കും സമർപ്പിച്ചു. ഏതാണ്ട് 1890 കാലഘട്ടത്തിലാണ് കുര്യൻ വല്യപ്പച്ചന് ഈ പ്രദേശത്തെ 350 ഏക്കർ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് തൊമ്മൻ മധ്യതിരുവിതാംകൂറിലെ പ്രമുഖ മലഞ്ചരക്ക് വ്യാപാരികളിൽ ഒരാളായിരുന്നു. ഭരണങ്ങാനത്തെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും കല്ലുപ്പാറയിലെത്തിയ അവർ അവിടെ നിന്ന് മറ്റ് പള്ളികളില്ലായിരുന്നത് മൂലം കല്ലുപ്പാറയിലെ സെന്റ് മേരീസ് സുറിയാനി പള്ളിയിലെ അംഗങ്ങളായി. ഒരു പള്ളിപ്പെരുന്നാളിന് നേർച്ചയ്ക്കും വിളമ്പിയ വിതരണം ചെയ്യുന്നതിനെ ചൊല്ലി ഉണ്ടായ വാഗ്വാദം അക്രമത്തിൽ കലാശിച്ചു. ഇത് കണ്ട് അമ്പാട്ട് തൊമ്മനും മോഡയിൽ പോത്തച്ഛൻ മല്ലപ്പള്ളി പന്നിക്കുടിയിലെ കുടുംബത്തിലെ ഒരു കാരണവനും അവിടെ വിട്ട് പോരുകയായിരുന്നു. അവർ റവർ ജോസഫ് പീറ്റിനെ സമീപിച്ച് മല്ലപ്പള്ളി ഒരു CMS പള്ളി ആരംഭിക്കുവാൻ സഹായം തേടി. അങ്ങനെയാണ് മല്ലപ്പള്ളി CMS പള്ളി സ്ഥാപിതമായത്. തൊമ്മൻ വല്യപ്പച്ചൻ 51-ാം വയസ്സിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് 5 ആൺമക്കളിൽ ആരും വ്യാപാരം തുടരാൻ തയ്യാറാകാതെ വന്നത് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് വ്യാപാരത്തിൽ തിരിച്ചടി നേരിട്ടതോ ഒരു സൂചനയായിരിക്കാം. അങ്ങനെ ഇരിക്കെ പാലക്കുന്നത്ത് കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്ന 1000 രൂപ വാങ്ങുവാൻ കുര്യൻ വല്യപ്പച്ചൻ പലതവണ അവരെ സമീപിച്ചു. അവർക്കും അക്കാലത്തെ ബുദ്ധിമുട്ടായിരുന്നതിനാൽ പണമായി തിരികെ തരുവാൻ കഴിഞ്ഞില്ല. പകരം തലക്കാട്ടൂരുള്ള 350 ഏക്കർ വിസ്തൃതിയുള്ള തലക്കാട്ടൂരിലെ ഭൂമി നൽകാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ഒന്ന് കാണുകയോ മറിച്ച് വില നിർണയിക്കുകയോ ചെയ്യാതെ സ്ഥലം വാങ്ങേണ്ടതായി വന്നു. ഭൂമി ലഭിച്ച ശേഷം അദ്ദേഹം കുന്നവേലിയിൽ നിന്ന് സഹായിയുമായി എത്തി നടന്ന് ഈ പ്രദേശം കാണുവാൻ വന്നു. അന്ന് ഇവിടം കൊടുക്കാടായിരുന്നു. മാരകമായ വന്യമൃഗങ്ങൾ, വിഷപ്പാമ്പുകൾ, മലേറിയ മുതലായ ഭയാനകമായ രോഗങ്ങൾ എന്നിവയിൽ പ്രദേശം വാസയോഗ്യമല്ലായിരുന്നു. ഇതെല്ലാം കണ്ട് അദ്ദേഹം ഭൂമി വിറ്റഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ തലക്കാട്ടൂർ വരിക എന്നത് ദൈവത്തിൻ്റെ ദൗത്യമായിരുന്നു. അത് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ മൂത്ത മകൻ കൊച്ചു തോമായോടൊപ്പം, അതായത് കുടുംബത്തിലെ വല്യപ്പച്ചൻ, ആ കൊച്ചു തോമ എന്ന് പറയുന്നത് കുടുംബത്തിലെ വല്യപ്പച്ചനാണ്. വല്യപ്പച്ചൻ സഹിതം വന്ന് കാട് വെട്ടിത്തെളിച്ച് കൃഷി യോഗ്യമായ ഭൂമിയാക്കി മാറ്റാൻ തുടങ്ങി. വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ അവർ മരങ്ങളിൽ ഏർപ്പാടുകൾ കെട്ടി താമസിച്ചു. രാത്രിയിൽ ആനകളും കാട്ടുപന്നികളും കൃഷി നശിപ്പിക്കുവാൻ വരുമ്പോൾ വലിയ പാട്ടകൾ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും തീപ്പന്തങ്ങൾ എറിയുകയും ചെയ്തു. അവയെ ഓടിക്കുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യമൊക്കെ അവർ മാറിപ്പോയെങ്കിലും പിന്നീട് അവരെ ഇത് മനസ്സിലാക്കി. അതുകൊണ്ട് മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും കൊണ്ടുവരേണ്ടിയിരുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ അമ്മച്ചിമാരൊക്കെ കൊണ്ടുവരെ
വെച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അമ്മയൊക്കെ. അങ്ങനെ ഈ ചെറുവള്ളിത്തോട്ടം ഇവിടെ അടുത്ത് വന്നു, എസ്റ്റേറ്റ് തോട്ടം ഇവിടെ അടുത്ത് വന്നപ്പോൾ വന്യമൃഗങ്ങൾ ഇല്ലാതാക്കുവാൻ സംഘടിത നീക്കങ്ങൾ ഉണ്ടായി. അതോടെ ഈ പ്രദേശത്തെ കൃഷി സുഗമമായി മുഴുവൻ പ്രദേശവും മലയോരമായതിനാൽ മണ്ണൊലിപ്പ് തടയാൻ കല്ലുകൊണ്ട് കയ്യാലകൾ നിർമ്മിക്കേണ്ടി വന്നു. ഇവിടെ ചെറുവള്ളിത്തോട്ടം തുടങ്ങുന്ന സമയത്ത് അവിടെ സായിപ്പന്മാരായിരുന്നു മാനേജർമാർ. ആദ്യകാലത്ത് 3 സായിപ്പന്മാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ തോട്ടത്തിൽ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൂടെ കണ്ടിട്ടുണ്ട്. തോട്ടത്തിൽ സായിപ്പന്മാരിങ്ങനെ മോട്ടോർ സൈക്കിളിലൊക്കെ വരുന്നത്. അവരെ ഈ മൃഗങ്ങളെയൊക്കെ വെടിവെക്കുകയും ഒക്കെ ചെയ്യും. അവരോട് അന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു. അതുകൊണ്ട് മൃഗങ്ങളെല്ലാം ഇവിടെ മാറി കിട്ടി. അങ്ങനെ ഇവിടെ കൃഷി തുടങ്ങി. ആദായമൊക്കെ എടുത്തു വന്നപ്പോൾ മറ്റ് ഇവിടെ നേരത്തെ കുടിയേറി കിടന്ന കുറേ പേരുണ്ട്. അവരൊക്കെ ഈ നമ്മുടെ കുടുംബങ്ങളിൽ ഇവരെല്ലാം പിടിച്ചെടുക്കാൻ തുടങ്ങി. ആദായമൊക്കെ വരുന്നതാണ് അതൊക്കെ വന്ന് അവർ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ കുര്യൻ വെല്ലിപ്പച്ചൻ കളണ്ണമ്മ വെല്ലിപ്പച്ചിയുടെ അയിലൂർ തെങ്ങിത്തോട്ടത്തിൽ തറവാട്ടിൽ നിന്ന് ആവശ്യമായ തൊഴിലാളികളെ കൊണ്ടുവന്നു. അതിനാണ് തെങ്ങിത്തോട്ടത്തിലായി ആണ് വെല്ലിപ്പച്ചൻ്റെ വെല്ലിപ്പച്ചി തെങ്ങിത്തോട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ടതാണ്. അവിടുന്ന് അയിലൂർ അവിടെ തെങ്ങിത്തോട്ടത്തിൽ അവിടെ നിന്ന് കൂലിക്കാരെയും ശരിക്കും പറഞ്ഞ് ചെറിയ ചട്ടമ്പകളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ശല്യം എല്ലാം ഒതുക്കി തീർത്തു. ഏക്കറിന് 2 രൂപ നിശ്ചയിച്ചിരുന്നു അന്ന് ഒരു ഭൂമിയുടെ നികുതി. അതായത് 350 ഏക്കറിന് വർഷം 700 രൂപ കൊടുക്കണമായിരുന്നു. 1000 രൂപയ്ക്ക് ലഭിച്ച ഭൂമിക്ക് ഇത് വളരെ വലിയ തുകയായിരുന്നു. അതിനാൽ അദ്ദേഹം ഏതാണ്ട് കാരണങ്ങൾ വലിയ ഡിമാൻഡ് സമീപിച്ച് നികുതി ഏക്കറിന് 2 പണമാക്കി കുറച്ചു. തിരുവാരൂരിൽ 1 രൂപ പറയുന്നത് 7 പണം ആയിരുന്നു അന്നത്തെ നാണയ വ്യവസ്ഥ. കുര്യൻ വെല്ലിപ്പച്ചനെ 4 ആൺമക്കളും 5 പെൺമക്കളും ആണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ പറയുന്നത് പുള്ളൂരിലെ വെല്ലിപ്പച്ചനാണ്, തമ്പിയുടെ വെല്ലിപ്പച്ചൻ. അതാണ് മൂത്തത്. രണ്ടാമത് ശ്രീമാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വെല്ലിപ്പച്ചനാണ്. വെല്ലിപ്പച്ചൻ പുന്നവേലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് മരിച്ചുപോയി. അതുകൊണ്ട് വെല്ലിപ്പച്ചൻ വന്നില്ല. പിന്നെ അടുത്ത ആണ് അക്കരെ വെല്ലിപ്പച്ചൻ. അക്കരക്കാരെല്ലാം ആ വെല്ലിപ്പച്ചൻ്റെ പിന്തുണക്കാരാണ്. പിന്നെ അതുകൂടാതെ വയനാട് ഭാഗം വെല്ലിപ്പച്ചൻ. അങ്ങനെ 4 വെല്ലിപ്പച്ചന്മാരാണ് നമുക്കുള്ളത്. ഒരു പ്രത്യേകതയുള്ളത് ഈ 4 വെല്ലിപ്പച്ചന്മാർക്കും 3 ആൺമക്കൾ വീതമാണ്. ഒരിടത്തും വ്യത്യാസമില്ലാതെ എല്ലാ വെല്ലിപ്പച്ചന്മാർക്കും 3 ആൺമക്കൾ വീതമായിരുന്നു. അന്ന് അച്ഛന്മാരൊക്കെ പറയും 12 കാക്കുന്നല്ലായിരുന്നു എന്ന് പറയുമായിരുന്നു. ഏതായാലും അതാണ് ആൺമക്കൾ. പെൺമക്കളിൽ മൂത്ത മകൾ മറിയാമ്മയെ പുതുപ്പള്ളി നല്ലൊരു വീട്ടിൽ കഴിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ ദേവിയാമ്മ കോവൂരും, മൂന്നാമത്തെ മകൾ അന്നമ്മയെ ഏണാട്ടും, 4ാമത്തെ മകൾ ആച്ചിയമ്മയെ, 5ാമത്തെ മകൾ സാറാമ്മയെ മോഡയിൽ കുടുംബത്തിലും വിവാഹം കഴിപ്പിച്ചു. നല്ലൊരു ഒഴികെ ബാക്കി ഉള്ള 4 മക്കളും കുടുംബവും കരക്കാട്ടൂരിലേക്ക്
താമസമാക്കിയതോടുകൂടി കുടുംബത്തിലെ ശക്തി വർദ്ധിച്ചു. ഇത് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ സഹായിച്ചു. 1902 കുര്യൻ വല്യപ്പച്ചൻ ആംഗ്ലിക്കൻ സഭയുടെ അംഗീകാരത്തോടെ CMS LP സ്കൂൾ സ്ഥാപിച്ചു. അതിനാവശ്യമായ ഭൂമിയും കെട്ടിടവും അദ്ദേഹം നൽകി. സ്കൂളിന്റെ പ്രധാന അധ്യാപകനും കുടുംബവും താമസിക്കുവാൻ സ്കൂൾ പരിസരത്ത് ഒരു മിഷൻ വീടും നിർമ്മിച്ചു. തുടക്കത്തിൽ ഞായറാഴ്ചകളിൽ സ്കൂളിൽ ഈ പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ഈ സ്കൂൾ ഇപ്പോൾ 123 വർഷം പൂർത്തിയാക്കി. ഇപ്പോഴും പ്രദേശത്തെ പ്രൈമറി വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അമ്പാട്ട് സ്കൂൾ അറിയപ്പെടുന്നത് 1910 ഇപ്പോഴത്തെ പള്ളി കെട്ടിടത്തിന്റെ ഒരു വശത്ത് ആവശ്യത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു പ്രാർത്ഥന ശുശ്രൂഷകൾ പള്ളി ആരാധന ഇവിടെയാക്കി. തുടക്കത്തിൽ നമ്മുടെ പള്ളി ആറാന്തി പള്ളിയുടെ ഉപസഭയായിട്ട് ആയിരുന്നു. പള്ളിക്ക് ദൈവത്തിന്റെ ദാനം എന്ന് അർത്ഥം വരുന്ന ക്രിസ്തുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യനായ സെന്റ് മത്തിയാസിന്റെ പേര് തെരഞ്ഞെടുത്തു. 1916 മലയാള വർഷം 1091 ധനുമാസം 28-ാം തീയതി 71-ാം വയസ്സിൽ കുര്യൻ വല്യപ്പച്ചൻ കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 1048-ാം നമ്പർ ദാനാദാനം രജിസ്റ്റർ ചെയ്ത് ഭൂമിയും പള്ളിയും കെട്ടിടവും അന്നത്തെ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ആംഗ്ലിക്കൻ ഡയസ് കൈമാറി. കാരണമ വല്യപ്പച്ചി 1925 ജൂലൈ മാസത്തിലും കുര്യൻ വല്യപ്പച്ചൻ 1927 ഓഗസ്റ്റ് മാസത്തിലും ഏകവാസം കഴിഞ്ഞു. 1890 മുതൽ 1927 വരെയുള്ള 37 വർഷക്കാലം കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും നാളുകളായിരുന്നു. ആ അവസ്ഥകളിൽ പിടിച്ചു നിന്ന് പോരാടി വിജയം കൈവരിക്കുവാൻ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ത്യാഗനിർഭരമായ ജീവിതം നയിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. CMS LP സ്കൂളും സെന്റ് മത്തിയാസ് ദേവാലയവും അതിൻ്റെ പാഠശാലയും ഒക്കെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടു കൂടി കൃപയോടുകൂടെ നല്ല രീതിയിൽ സ്ഥാപിക്കുവാൻ അവർക്ക് സാധിച്ചു. എല്ലാ കാര്യങ്ങളും കാണുന്ന വല്യപ്പച്ചി കുര്യൻ വല്യപ്പച്ചന് ഒരു ശക്തമായ തുണയും താങ്ങുമായി നിന്നു. എന്നുള്ളതിൽ തറവാട്ടിൽ നിന്നും വിവിധ പണികൾ നടത്തുവാനുള്ള ആളുകളെ ലഭിച്ചിരുന്നത് അത് സൂചിപ്പിക്കുന്നു. വളരെ വല്യപ്പച്ചനും വലിയപ്പച്ചി ഒക്കെ മരിച്ചു കഴിഞ്ഞ് പിന്നെയും 13 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്, പുന്നവേലിയിൽ നിന്നും ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുന്നവേലിക്കാരെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. മറ്റേ ഒന്ന് പുള്ളൂരി, പിന്നെ പുന്നവേലി, അക്കരെ മൈനാടുമാറ്. മൈനാടുമാറെ വീടായിരിക്കണം നമ്മൾ ഇവിടെ വന്ന് സ്ഥാപിച്ച കുടുംബം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒടുവിൽ അവിടെ വന്ന ആണ് കുര്യൻ വല്യപ്പച്ചൻ അവിടെ താമസിച്ചത്. ആ വീടും അതിനോട് ചുറ്റുപാടുള്ള കൃഷിയൊക്കെ മലയാളിമാരെ വല്യപ്പച്ചനാണ്. ഇളയ മകനായതുകൊണ്ട് അതായിരിക്കും കുടുംബം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പോലും ഇവിടെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു വണ്ടിയോ വന്നോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ ടാക്സി ആയിട്ടില്ലായിരുന്നു. ആകപ്പാടെ ഉള്ളത് ഒരു കുടുംബത്തടത്തെ ഒരു കാളവണ്ടിയും മറിഞ്ഞാണ്ട് കൂസിയും ഒരു കാളവണ്ടിയും മാത്രമാണ് ഉള്ളത്. എന്നെ 4ാം ക്ലാസ് കഴിഞ്ഞ് റാലിയെ കൊണ്ടുചേർത്തു സ്കൂളിൽ, സ്കൂളിൽ. ഞാൻ ഇവിടുന്ന് പോയത് കൂസി ഇവിടെ കാളവണ്ടി കയറിയാണ് റാലിക്ക് പോയത്.
അതായിരുന്നു അന്നത്തെ സ്ഥിതി. അപ്പോൾ അതിന് മുമ്പുള്ള സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെയധികം നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു ആണ് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു നിലയിൽ നമ്മളിപ്പോൾ ഒന്നും അറിയുന്നില്ല. വളരെ സുഖമാനായിട്ടിരിക്കുന്നു. അത് അവരുടെ പ്രയത്നപരമാണെന്ന് നമുക്ക് ഓർക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളാണ്. അവർ വഴിയും നമ്മുടെ എല്ലാ പൂർവികർ വഴിയും ദൈവം നമുക്കും ഈ പ്രദേശത്തിനും ചോദിക്കാൻ അനുഗ്രഹങ്ങൾക്കും തൊഴിലുകൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. കരക്കാട്ടൂർ എന്നുള്ളതിന് ഒരു കാര്യം കൂടെ പറയട്ടെ. കരക്കാട്ടൂർ എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ യോഗാനൊക്കെ അറിയാമായിരുന്നു. ആ സ്ഥലത്തിന് വേറൊരു പേരുണ്ടായിരുന്നു. ഞാൻ നമുക്ക് വരുമ്പോൾ ഉറവക്കാവെന്നാണ് ആ സ്ഥലത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉറവക്കാവാണ്. അതായത് അവിടെ ഒരു ഉറവയും ഒരു കിണറും ഒരു വഴിയെങ്കിലും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ വഴിയമ്പലം ഉപയോഗിച്ചിരുന്നു. 4 കൂടേണ്ടായിരുന്നു ആ വഴിയമ്പലം. ഇപ്പോഴതൊന്നും ഇല്ല. അവരുടെ വഴി കളഞ്ഞു. ഇപ്പോഴതൊന്നും ഇല്ല. ഉറക്കാവെന്നുള്ളത് മാറി കഴിഞ്ഞിട്ട് കരിക്കാട്ടൂന്നായിരുന്നു. അതാണ് ശരിയായിട്ടുള്ള വീട്ടുപേര്. കരി ആന കൂടുന്ന സ്ഥലമായിരുന്നു. ഈ വെള്ളം കുടിക്കാനും മറ്റും ആന വരുന്ന സ്ഥലമായതുകൊണ്ടാണ് കരിക്കാട്ടൂന്ന് ആ സ്ഥലത്തിൻ്റെ പേര് വന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞെല്ലാവരും കരക്കാട്ടൂരിനാണ് പേര്. കരിക്കാട്ടൂരാണ് ഏറ്റവും ശരിയായിട്ടുള്ള പേര്. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ വിശദമായിട്ട് വിവരങ്ങൾ അറിയണമെങ്കിൽ അപ്പാട്ട് കുടുംബയോഗത്തിൻ്റെ വലിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചൊവ്വാഴ്ച പഠിക്കുവാൻ തയ്യാറാകുന്നത്. ദൈവനാമത്തിന് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹബന്ധത്തെ പറയുന്നു. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ മനസ്സിലാക്കുന്നു വിവിധ ദേശങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ആയിരിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രതികൂലമല്ല. നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വീട്ടിൽ തിരിച്ചെത്തണം. ഇതിനുശേഷം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം, ബന്ധം പുതുക്കണം, സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ എല്ലാം അധ്യായം അതിന്റെ 26-ാം വാക്യം മുതൽ 40-ാം വാക്യം എടുക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഫിലിപ്പോസും ശകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടുത്തെ പ്രതിവാദ വിഷയം. ശകൻ യെരൂശലേമിൽ നിന്ന് നമസ്കരിച്ച് തിരികെ പോരുമ്പോൾ അവന്റെ യാത്രാമധ്യയിൽ അവൻ യെശയ്യാവിന്റെ പ്രവാചന പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫിലിപ്പോസ് ദൈവത്തിന്റെ ആത്മാവ് പ്രേരിതമായിട്ട് ഫിലിപ്പോസ് അടുത്ത് നിന്ന് അവനോട് ചോദിക്കുന്നത്, ശകനോട് ചോദിക്കുന്നത്, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നു, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അവൻ വായിക്കുന്ന വേദഭാഗത്തിൽ യേശു കർത്താവിനെ കുറിച്ചും അവന്റെ രക്ഷന്റെ പ്രവൃത്തിയെ കുറിച്ചുമാണ് വിവരിക്കുന്നത്. ഫിലിപ്പോസ് ശകനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നു. അതല്ലാതെ ഒരു കഥയുടെ രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നത്. അതിന് ശങ്കന്റെ ഒരു മറുപടിയുണ്ട്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അറിവുള്ളവർ, ഇതിൽ പ്രാവീണ്യമുള്ളവർ കാര്യങ്ങളെ വിവേചിച്ചു തരാനാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വേദഭാഗത്തിന് ഇന്നത്തെ ഈ ഒത്തുചേരലിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, സാമ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് മൺമറന്നു പോയ പ്രിയപ്പെട്ട വാത്സല്യ മാതാവിന്റെ ഒരു ഓർമ്മ ദിവസത്തിലാണ് നാം ഓരോരുത്തരും കൂടിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു ആ അമ്മച്ചിയെ ആരും തന്നെ കണ്ടിട്ടില്ല. ആരും തന്നെ ഈ അമ്മച്ചിയെ കണ്ടിട്ടില്ല. തലമുറകളിലേക്ക് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരാളുടെ സംഭാവനകൾ സഭയെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളുടെ സംഭാവനകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് തലമുറകൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പതിനും തമ്മിൽ വേർതിരിച്ച് പുതിയ ബോധ്യത്തിലേക്ക് തലമുറകളെ നയിക്കുന്നതാണ് രീതിയിൽ ഇത്തരത്തിലുള്ള കൂടിവരവുകൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പോസിനെ പോലെ ശബനെ പുതിയ ബോധ്യത്തിലേക്ക് നയിച്ചതുപോലെ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം സംഭാഷിച്ചു കഴിയുമ്പോൾ ശബൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, വെള്ളമില്ല, ഞാൻ സ്നാനം ലഭിക്കുന്നതിന് എന്ത് വിരോധം? വെള്ളമില്ല, ഞാൻ സ്നാനം ലഭിക്കുന്നതിന് എന്ത് പ്രയാസം, വിരോധം? അതായിരുന്നു അവന്റെ പ്രതികരണം. പുതിയ അനുഭവത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ അറിവുള്ളവർ, പ്രത്യേകിച്ച് ആ അമ്മച്ചിയെ പറ്റി അങ്ങനെയുള്ള ജീവിതങ്ങൾ തലമുറകൾക്ക് പുതിയ വിഷയമായി അല്ലെങ്കിൽ ആ ഒരു ഉൾക്കാഴ്ചയെ പകർന്നു നൽകുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള അവസരങ്ങൾ ക്രമീകരിക്കുമ്പോൾ കടലും കടലും തിരിച്ചറിയുവാനാണ് യുവതലമുറകൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചില കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ വേഗം ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വിശ്വാസം, അവരുടെ പ്രകൃതി വിശ്വാസം തമ്മിലുള്ള ഒരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ ആധികാരികമായിട്ട് ചിന്തിക്കുന്നുണ്ട്. സമൂഹത്തിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ചരിത്രത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ച് പോകുന്നവരാണ്. പുന്നവേലിയിലെ പ്രദേശത്ത് നിന്ന് കറിക്കാട്ടിലേക്കുള്ള അവരുടെ വരവ് അത്തരത്തിലുള്ള ഒരു ദൈവിക നിയമം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുന്നവേലിയിൽ നിന്ന് കറിക്കാട്ടിലേക്കുള്ള അവരുടെ വരവ് അത്തരത്തിലുള്ള ഒരു ദൈവികമായിട്ടുള്ള ഇടപെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തെ ഓർത്തപ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പറ്റി പരാമർശിച്ചു പറയാറുണ്ട്. അബ്രഹാമിന്റെ ജീവിതം. ഇവരുടെ പുന്നവേലിയിൽ നിന്ന് കരിക്കാവേലിയിലേക്കുള്ള ഒരു യാത്ര നമുക്ക് വേണമെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസ യാത്രയുമായിട്ട് ചേർത്ത് നിർത്തി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അബ്രഹാമിന്റെ ജീവിതയാത്ര പോലെ തന്നെ അവരുടെ ജീവിതയാത്രയിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു സാധ്യതയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസയാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു? അബ്രഹാമിന്റെ വിശ്വാസയാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു? അബ്രഹാമിന്റെ വിശ്വാസയാത്ര നല്ല പ്രൗഢിയോടുള്ള ജീവിത അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ഒരു അനുഭവത്തിലേക്കാണ് അബ്രഹാമിനെ ദൈവം ഉദ്ദേശിച്ചത്. പുന്നവേലിയുടെ പ്രദേശത്ത് സഹോദരങ്ങളൊക്കെ ചേർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവിക ഇടപെടലിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കരക്കാട്ടുകളുടെ പ്രദേശത്തേക്ക് അവര് വന്നത് എനിക്ക് മുമ്പേ ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഓർമ്മിപ്പിച്ചതുപോലെ അന്നത്തെ ഇവിടുത്തെ ജീവിത സാഹചര്യം അവർ മണ്ണിലേക്ക് വന്ന സാമൂഹികമായിട്ടുള്ള പ്രത്യേകിച്ച് ജീവജാലകന്റേതായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് പറയാമായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന്. പ്രത്യേകിച്ച് ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഞങ്ങൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയധികം സോഫ്റ്റ് കാർഡാണ് അല്ലെ? നമ്മളെല്ലാം സോഫ്റ്റ് കാർഡാണ്. നമ്മുടെ ദൈവം മണ്ണുകൊണ്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്ണറിന്റെ കണ്ണീര് കാണുമ്പോൾ നമ്മുടെ മണ്ണുകൊണ്ടുള്ള ശരീരം അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള ഹൃദയം അലിഞ്ഞ് പോയിട്ട് അടിഞ്ഞു പോകാറുണ്ട്. എന്നിട്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ശരിയെന്ന് വെച്ചു കൊടുക്കാറുണ്ട്. ശരിയാവുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതിനോട് യോജിച്ചു ഞാൻ അംഗീകരിച്ചു. വേണമെങ്കിൽ അമ്മാവെന്ന് പറയാമായിരുന്നു, ഇങ്ങനെ ഇത് ആവർത്തിക്കുമ്പോൾ സ്നേഹനിധിയായിട്ടുള്ള പിതാവിന് പറയാമായിരുന്നു, ശരി നീ പറഞ്ഞത്
ഞാൻ അംഗീകരിച്ച് ഞാനിവിടെ തന്നെ നിൽക്കുന്നു. എന്നാൽ അവർ ചെയ്യുന്നത് വിശ്വാസത്തോടുകൂടെ തങ്ങളുടെ യാത്ര, വിശ്വാസത്തോടുകൂടെ തങ്ങളുടെ യാത്ര, വിശ്വാസത്തോടുകൂടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മലരും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ ആരംഭിക്കുന്ന ഈ ദേവാലയം അതിനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ദേവാലയങ്ങളിലാണ് ഒരു ദേവാലയത്തിൽ ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ള ദേവാലയം കണ്ടത്. അവർ ഇവിടെ ആരാധനയ്ക്കായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒരു വിശ്വാസവും പ്രവർത്തിയും തമ്മിലുള്ള ഒരു പരസ്പരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് explain our responsibility to carry the faith. നമ്മുടെ ഉത്തരവാദിത്വത്തെ മാതാവിന്റെ ജീവിതം നമ്മളോടായിട്ട് നമ്മളുടെ ഉത്തരവാദിത്വങ്ങളെ പറ്റി ഈ മാതാവിന്റെ ജീവിതം നമ്മളോടായിട്ട് ഓർമ്മിപ്പിക്കും. ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കാലത്തിന് ശേഷം ഞങ്ങളെ തിരയേണ്ടത് കല്ലുകളില്ല, കല്ലറകളില്ല, മറിച്ച് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ ഞങ്ങളെ നോക്കേണ്ടത് കല്ലറകളിലല്ല, മറിച്ച് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലാണ്. അത്തരത്തിലുള്ള ജീവിതങ്ങളാണ് അത്തരത്തിലുള്ള ജീവിതങ്ങളുടെ എല്ലാ കാലങ്ങളും ഓർത്തിരിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാലം എത്ര കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം എന്നും ഓർത്തിരിക്കുന്നതാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് 100 വർഷത്തിന് ഇപ്പുറം പ്രിയപ്പെട്ട മാതാവിനെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ട മാതാവിനെ കേവലം കല്ലറകളിലുള്ള ജീവിതത്തിലൂടെ ജീവിതത്തെ കൊണ്ടാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് വിസ്മരിച്ച് ദൈവത്തോടെ അതോടൊപ്പം തന്നെ സമജീവികളോട് വിശ്വാസ സമൂഹങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ പോകാറുണ്ട്. പ്രിയപ്പെട്ട മാതാവിനെ പോലെ അനുദിന ജീവിത യാത്രയിൽ നമ്മുടെ ജീവിതത്തിനെ പുനഃക്രമീകരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള കൂലികളും നമ്മളുടെ ആത്മീയവും ഭൗതികവും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ജീവിതങ്ങളും ഊർജ്ജപരമായ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം ബഹുമാനമുള്ള ഇടവക വികാരി, ഇന്ന് ഈ പ്രകാരം ഒരു അനുഗ്രഹീതമായ ഒരു നല്ല പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ വലിയ ഒരു കുടുംബ സംഘം ഇവിടെ സംഘടിപ്പിച്ചതായിട്ടുള്ളതിൻ്റെ സംഘാടകരായിട്ടുള്ള ഭാഗമായിട്ട് വന്ന് ചേർന്നതായിട്ടുള്ള ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം പറയുന്നു. ഞാൻ ഈ സംഗമത്തിൽ നിങ്ങളുടെ ക്ഷണമനുസരിച്ച് വരാനായിട്ട് കാരണം 3ാമത്തെ ചരമവാർഷികം കൊണ്ടാടുന്ന കണ്ടമ്മ അമ്മച്ചിയുടെ മകൾ അന്നമ്മയുടെ മകൻ പാപ്പച്ചന്റെ മൂത്ത മകൻ കുഞ്ഞിന്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആ ഒരു ബന്ധത്തിലാണ് എന്നാട്ട് ഫാമിലിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് ഇന്ന് ഈ മഹാസംഗമത്തിൽ നിങ്ങളുടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് നല്ല പാരമ്പര്യം, അതിൽ നമ്മൾ അഭിമാനിക്കുന്നവർ, ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. എന്നാൽ ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് ലഭ്യമായ നല്ല പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം അവരെ അഭിമാനിക്കുന്നതോടൊപ്പം നമുക്ക് നല്ല പൈതൃകങ്ങൾ, നല്ല
പാരമ്പര്യങ്ങൾ നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. അതിന് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ ത്യാഗപൂർവമായ വിശ്വാസപൂർവമായ അവരുടെ കാൽച്ചൂടുകൾ നമുക്ക് പ്രകാശമായി തീരട്ടെ എന്ന് ഞാനിവിടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു ടീച്ചറൊക്കെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ചരിത്രങ്ങളുണ്ട്. സമാപിച്ചത് ഒരു സങ്കീർത്തന വാക്യം ഉദ്ധരിച്ചു. 133 സങ്കീർത്തന 1 വാക്യമാണ്. സഹോദരന്മാർ സഹോദരികൾ ഉള്ളവരാണ്. ഒത്തിരി വെച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ഈ സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെതാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദ് രാജാവ് തന്റെ കൊട്ടാരത്തിൽ നിന്ന് വീക്ഷിച്ച അവസരത്തിൽ ഇസ്രായേൽ 12 ഗോത്രത്തിൽ അവരുടെ ഓരോ ഗോത്രത്തിന്റെയും പിന്നിൽ അണിനിരുന്നുകൊണ്ട് ദൈവം അവരുടെ ചരിത്രത്തിൽ അവരോട് ഇടപെടുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതിന്റെ അനുസ്മരണം അവരുടെ പെരുന്നാളുകളിൽ പങ്കെടുക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്ന കാഴ്ച ദാവീദ് തന്റെ അരമനയിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു. അപ്പോൾ ദാവീദ് ഹൃദയം തുറന്ന് പാടിയ സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം. ഇത് പാടാനൊരു കാര്യമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം വായിക്കുമ്പോൾ യാക്കോബ് പിതാവ് തന്റെ 12 മക്കളെയും അതിനെ കുറിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ അനുഗ്രഹങ്ങളിൽ അവരെ സംബോധന ചെയ്യുന്നത് കാട്ടുമൃഗങ്ങളോടും ഇടജന്തുക്കളോടും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട്. കാട്ടുമൃഗങ്ങളുടെ സ്വഭാവവും ഇടജന്തുക്കളുടെ സ്വഭാവവും നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും ഇണങ്ങാത്ത ചേരാത്ത സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുന്ന തന്റെ കുലത്തിൽപ്പെട്ടതായ ഈ സഹോദരന്മാർ അവരിപ്പോൾ ഇതാ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ ഓർക്കുന്നതിന്, ദൈവത്തിന്റെ കരുതലിനെ സ്മരിക്കുന്നതിന് നന്ദിപൂർവം ആഘോഷമായി അവരുടെ സ്തുതിസ്തോത്രങ്ങളെ പാടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന കാഴ്ച കണ്ടപ്പോൾ ദാവീദിന്റെ ഉള്ളം കുടിച്ചു. നമ്മൾ പറയുമല്ലോ, രോഗമൊക്കെ എടുത്തിരുന്നുണ്ട്. അതുപോലെ ദാവീദ് ഈ കണ്ട കാഴ്ച കണ്ടുകൊണ്ട് പാടിയ സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം. എന്താ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കേണ്ടത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. എന്നിട്ട് 2 ഉപമാനങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 2 അഹരോന്റെ തലയിൽ പിടിച്ച അഭിഷേക തൈലം പോലെയാണ്. അഭിഷേക തൈലം വാസനയുടെ തൈലമായിരുന്നു. അത് തലയിൽ പിടിച്ചു, അത് താടിയിലൂടെ വസ്ത്രത്തിലൂടെ ജനത്തിന്റെ ഇടയിലേക്ക് പകരപ്പെട്ടു. ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ മുന്നിയ മാതാപിതാക്കൾ പ്രത്യേകിച്ച് കാണ്ടമ്മയുടെ 100 ചരമ വാർഷികം കൊണ്ടാടുന്ന അവസരത്തിൽ ഭഗവാന്റെ തലയിലെ തൈലം വാസനയേറിയ തൈലം പോലെ ഈ കുടിവരവുകൾ ഏവർക്കും സൗകര്യം പരത്തുന്ന ഒരു കുടിവരവായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്നുള്ള അനുമാനം അവിടെ ഒരു പർവ്വതത്തെക്കുറിച്ച് 2 പർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് പോലെ. സിയോൻ പർവ്വതം പെയ്യുന്ന മഞ്ഞ് മൂലം ആ സിയോൻ മുഴുവൻ ഫലപുഷ്ടമായി തീരും. മഞ്ഞ് കുളിർമയുടെ അനുഭവം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ സൗന്ദര്യം പരത്തുന്നവർ മാത്രമല്ല, ഈ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കുളിർമയുടെ നമുക്ക് പകരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. കൊച്ചിനെയാണ്
എൻ്റെ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു കെ വി മാത്യൂസ്. അവിടുത്തെ പ്രിൻസിപ്പൽ കൂടെയായിരുന്നു. അപ്പോൾ കൊച്ചമ്മയുടെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ ആദരവോടുകൂടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം നല്ല പൈതൃകങ്ങൾക്ക് നമുക്ക് വിളക്കുമാണ്. ആ പൈതൃകങ്ങളിൽ നമുക്ക് ഈ കൂട്ടുവരവിലൂടെ നല്ല സൗരഭ്യം പരത്തുവാൻ, നല്ല കുളിർമകൾ പരത്തുവാൻ നമുക്കിടയായി തീരണം. 23ാമത്തെ സങ്കീർത്തനം ഇവിടെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം. ഒരു സൺഡേ സ്കൂൾ മത്സരത്തിൽ വാർഷികത്തിൽ ഒരു കുഞ്ഞിനെ 23ാം സങ്കീർത്തനം കാണാതെ വിളിച്ച് ചൊല്ലാനായിട്ട് അവർ വളരെ ഉത്സാഹവും ആ സങ്കീർത്തനമൊക്കെ കാണാതെ പഠിച്ചു. അപ്പോൾ അവരുടെ കൂടമായി അവളെ പേര് വിളിച്ചു. അവൾ കൂടി ചെന്ന് ആ സ്റ്റേജിലൊക്കെ നിന്നുകൊണ്ട് ആ സങ്കീർത്തനം ചൊല്ലാനായിട്ട് ശ്രമിച്ചു. യഹോവ എൻ്റെ ഇടയനാണ്, ബാക്കി കാര്യങ്ങളെല്ലാം ജനതയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു. സഭാനുഭവം എന്നൊക്കെ നമ്മൾ പറയുന്നു. ഒരു 2-3 ആവർത്തി യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഒടുവിലാണ് ഇപ്രകാരം പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളിലുള്ള സീറ്റിൽ എല്ലാവരെയും കൈവച്ചു. നമ്മുടെ പൂർവികരായ മാതാപിതാക്കളുടെ ത്യാഗപൂർവമായിട്ടുള്ള ജീവിതത്തിന്റെ കഥകളൊക്കെ നമ്മളൊക്കെ അവരെ ആ ത്യാഗം സഹിക്കുവാനും ഈ പ്രദേശം മനോഹര ഭൂമിയാക്കി രൂപപ്പെടുത്തുവാനും നമ്മുടെ തലമുറകൾക്ക് ഇതൊക്കെ നൽകുവാനും ഒക്കെ സാധിച്ചത് അവരുടെ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം ആയിരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയോട് മല്ലിട്ടാണ് അവർ ഈ പ്രദേശം നമുക്ക് വേണ്ടി കരുതി വെച്ചത്. അപ്പോൾ അതിന്റെ എല്ലാ അടിസ്ഥാനം ദൈവത്തിനുള്ളതായ അവരുടെ ആശ്രയവും പ്രാർത്ഥനയുമാണ്. ഇത് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാനുള്ളതാണ്. യഹോവ എൻ്റെ ഇടയനാകുന്ന എന്ന് പേര് പറഞ്ഞു. എൻ്റെ കുഞ്ഞിയല്ല, നമുക്ക് അത് മതി. അവരുടെ ആ കൃഷ്ണേറിയ ജീവിതവും പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ തലമുറകളെയൊക്കെ അനുഗ്രഹിച്ച് അവർ കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ നമ്മുടെ തലമുറകളിൽ കടന്നു പോകുവാനും ഒക്കെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കാനും ഒക്കെ ഇടയായി തീർന്നത് നമ്മുടെ പൂർവിക മാതാപിതാക്കളുടെ ത്യാഗപൂർവമായ നമ്മുടെ മാതാപിതാക്കളുടെ അനുമതിയും പ്രാർത്ഥന. നമ്മുടെയും ആഗ്രഹം നമ്മുടെ തലമുറകൾ നന്നായി വരണം. അതുകൊണ്ട് നമുക്ക് കൈമുതലായി ലഭിക്കുന്ന പല പൈതൃകങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം അതുകൊണ്ട് വൈകങ്ങൾക്ക് തുറന്നു കൊടുത്ത് ജീവിക്കുന്ന ഇടങ്ങളിൽ നല്ല സൗകര്യം പരത്തുന്നവരായി, നല്ല കുടുംബങ്ങൾ പരത്തുന്നതായ നല്ല കുടുംബത്തിന്റെ അംഗങ്ങളായി രൂപപ്പെടുവാനായിട്ട് സാധ്യമായി തീരട്ടെ എന്നൊരു അവസരം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. Gloria
ബഹുമാനപ്പെട്ട അജിൻ മത്തായ അച്ഛൻ, കെ പോലീസ് അച്ഛൻ, സെന്റ് മാത്യാസ് CSI ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സഭാജനങ്ങൾ, അമ്പാട്ട് കുഞ്ഞിന്റെയും ആർദ്ദമക്കുഞ്ഞിന്റെയും തലമുറകളുടെ കമ്മികളായി ഇവിടെ എത്തിയവരും അനുഭാവം അറിയിച്ചവരും എല്ലാവർക്കും എന്റെ സ്നേഹം. അച്ഛനച്ഛൻ ഒരിക്കൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തിന് മുമ്പിൽ സംസാരം ദൈവത്തോട് മാത്രം എഴുതിയിരിക്കുന്നതായി പറഞ്ഞു. പല ദേവാലയങ്ങളിലും ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നും ആരാധന എങ്ങനെ ഭംഗിയാക്കണമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇവിടെ ഈ പള്ളിയിൽ വരുന്ന സമയത്ത് ഈ ബ്രേക്ക് കാണുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചതുപോലെ ആത്മാവിലും സത്യത്തിലും എങ്ങനെ ആരാധിക്കണമെന്ന് തന്നെയാണ്. നമ്മുടെ വലിയ ഒരുമിച്ച് കാർമ്മക്കുര്യന്റെ 100ാം ചരമവാർഷികം ഓർക്കുന്ന ഈ അവസരത്തിൽ നാം ഈ പവിത്രമായ ദേവാലയത്തിൽ കൂടി വന്നത് ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിൽ നിന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച വിശ്വാസയാത്രയെ ഓർക്കുവാനും അതിന് കാരണഭൂതരായ അമ്പാട്ട് മാറ്റാൻ എന്നറിയപ്പെടുന്ന തൊമ്മൻകുര്യനെയും അദ്ദേഹത്തിന്റെ ധർമ്മഭക്തി കാണ്ടമ്മക്കുര്യനെയും ഓർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതാണ്. അവരുടെ വിശ്വാസവും ദൈവഭക്തിയുമാണ് ഇന്നത്തെ ദേവാലയത്തിന്റെ അടിസ്ഥാനമായത്. സ്വന്തം കുടുംബഭൂമിയെ ദൈവത്തിന് സമർപ്പിച്ച് ഒരു ആരാധനാലയം സ്ഥാപിക്കണമെന്ന ദൈവവിചാരത്തെ അവർ ആത്മാർത്ഥമായി കൈക്കൊണ്ടു. കൃഷി മാത്രം ഉപജീവനമായിരുന്ന ആ കാലത്ത് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനും ആവശ്യമായ മുൻമഴയും പിന്മഴയും ലഭിക്കുവാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും രോഗശാന്തിക്കും തലമുറകളുടെ നിലനിൽപ്പിനും ദൈവസഹായം അനിവാര്യമാണെന്ന് അവർ രുചിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ഈ ദേവാലയവും പരിസരങ്ങളും. ജ്ഞാനികളായിരുന്ന അവർ യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അവർക്ക് പ്രശംസയേക്കാൾ പിൻതലമുറയ്ക്കുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങളും മാത്രം മതിയായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോഴാണ് പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ എങ്ങനെ ആരാധിച്ചിരുന്നുവെന്നും ആത്മാവിനും സത്യത്തിലും എങ്ങനെ ആരാധിക്കണമെന്നും ഉൾക്കാഴ്ച ലഭിക്കുന്നു. പണ്ട് നമ്മുടെ വിവാഹങ്ങളിലും മറ്റും പിരിഞ്ഞു പോകുമ്പോൾ ഒരു ടേക്ക് അവേ ഗിഫ്റ്റായി ഒരു ചെണ്ടും നാരങ്ങയും നൽകാറുണ്ടായിരുന്നു. അതിന്റെ സുഗന്ധവും ഓർമ്മകളും ഏറെക്കാലം നമ്മുടെ വീടുകളിൽ തങ്ങി നിന്നിരുന്നു. അതുപോലെ ഒരു ടേക്ക് അവേ ഗിഫ്റ്റായി അടുത്ത സുഗന്ധവും ഓർമ്മകളും നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ മഹത് വ്യക്തികൾ അവരുടെ ദൈവിക ദർശനത്തിൽ കൂടി നൽകുന്ന ചില അമൂല്യങ്ങളായ സന്ദേശങ്ങളാണ്. ഇന്ന് 6 തലമുറകൾ ഇപ്പോൾ അവരുടെ ത്യാഗത്തിന്റെയും സേവന തട്ടതയുടെയും രേഖ ഒരു പഴകിയ കീറിപ്പോയ പേപ്പർ കഷ്ണമാണ്. അതിനെയാണ് നാം ഇന്ന് കോൺസ്റ്റോൺ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളടക്കം അത്രയും ശക്തമായ സന്ദേശവും കഥയുമാണ് പറയുന്നത്. അധ്വാനിയായ ഒരു പിതാമഹനെയും തനിക്ക് പ്രാർത്ഥനാ പിന്തുണ നൽകിയ മാതാവിനെയും വാഗ്ദത്തത്തിനെയും തലമുറകൾക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ദാനാധാരം. സാധാരണ ആധാരങ്ങളുടെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ലൂക്കോസിന്റെ 6:38 പറയുന്നത് പോലെ അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവ് ദൈവമുണ്ടാക്കി ദാനമായി അർപ്പിക്കുന്ന ശൈലിയായി കലിപ്പണവും രണ്ടളവും അളവുകോലുകളായി പ്രതിപാദിച്ചിരിക്കുന്നത് ഒട്ടും യാദൃച്ഛികമായിരുന്നില്ല. 1916 അതായത് കൊല്ലവർഷം 1091 ധനുമാസം 28-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് 1 രൂപ മുദ്രപത്രത്തിൽ എഴുതിയ ഈ 1048-ാം നമ്പർ ദാനാധാരം മൂല്യം രൂപയിലും അളവുകൾ ഏക്കർ സെന്റിലും എഴുതാമായിരുന്നപ്പോൾ എന്തിന് കലിപ്പണവും രണ്ടളവും ഉപയോഗിച്ചു? അസാധാരണമായി എന്തോ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് സമർപ്പിച്ചു. ഇത് മനസ്സിലാക്കാൻ നാം 150 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കലിപ്പണം? ഈ പഴയ കീറിപ്പറഞ്ഞ ചരിത്രരേഖയുടെ മൂല്യം അവിടെയാണ്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴൽ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഇറക്കിയ കലിയുഗരായൻ പണം എന്ന സ്വർണ്ണ നാണയത്തിന്റെ പിൽക്കാലത്ത് ലോപിച്ച പേരാണ് കൈപ്പണം. പിൽക്കാലത്ത് വിനിമയ നിരക്ക് രൂപയിലേക്ക് മാറിയപ്പോൾ ദൈവിക സമർപ്പണത്തിനായി ആരാധനാലയങ്ങളിൽ നൽകുന്ന സ്വർണം, വജ്രം മുതലായ അമൂല്യങ്ങളായ വസ്തുക്കളുടെ മൂല്യം പ്രതീകാത്മകമായി രേഖപ്പെടുത്താൻ കലിപ്പണം തുടർന്നും ഉപയോഗിച്ചിരുന്നു. അവർ പള്ളിക്കും പള്ളിക്കൂടത്തിനും കാഴ്ചയിലും നൽകിയ സ്ഥലങ്ങളുടെ ലൊക്കേഷനും മൂല്യവും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അന്ന് അവർക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും അനുയോജ്യവുമായ സ്ഥലങ്ങളാണ് അവർ ദൈവത്തിന് സമർപ്പിച്ചത്. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പള്ളിയും ഗതാഗത സൗകര്യങ്ങളുള്ള പള്ളിക്കൂടവും സഭാജനങ്ങളോട് ചേർന്ന് കാഴ്ചയിലും പള്ളിയോട് ചേർന്ന് ഒഴിച്ച സ്ഥലത്ത് സെമിട്രിയും
കൃഷി ജീവിതമാർഗമായിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഇതിനേക്കാൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഇന്നും അസാധ്യമാണ്. ഇപ്പോഴുള്ള ഈ 3 ഏക്കർ 69 സെന്റ് സ്ഥലം ഈ പ്രദേശത്തെ ഏറ്റവും മൂല്യമുള്ളത്. എന്താണ് ദണ്ഡളവ്? ഈ ആധാരത്തിന്റെ വിസ്തീർണം ദണ്ഡളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയുടെ വിസ്തീർണം ഏക്കറിലും സെന്റിലും രേഖപ്പെടുത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ ഇരുപതാറുകളുടെ ചില ഭാഗങ്ങൾ അപൂർവമായി വളരെ വേണ്ടപ്പെട്ടവർക്ക് ഭൂമി നൽകുമ്പോൾ കണ്ടെഴുത്ത് കേട്ടെഴുത്ത് പ്രകാരം അതിരുകൾ തിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ദണ്ഡളവ്. ദൈവത്തിന് ഭൂമി ദാനം നൽകുമ്പോൾ അളവിൽ ഒട്ടും കുറയാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു എന്ന് കരുതാം. 23, 24, 40, 40 ദണ്ഡളവുകൾ ഉണ്ടായിരുന്ന ഈ ദീർഘചതുര ഭൂമി ഏകദേശം 2 ഏക്കർ 15 സെന്റ് വരുന്നു. റീസർവേ പ്രകാരം ഇപ്പോൾ അത് 2 ഏക്കർ 56 സെന്റ് ഉള്ളതായി കാണുന്നു. അതുപോലെ പള്ളിക്കൂടത്തിന് 50 സെന്റ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ 55 സെന്റും, പാഴ്സനയിലെ 50 സെന്റ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ 58 സെന്റും കാണപ്പെടുന്നു. തൊമ്മൻ കുര്യനും കാണ്ടമ്മ കുര്യനും അമർത്തി കുരുക്കി നിറഞ്ഞു കവിഞ്ഞ നല്ല അളവ് തന്നെയാണ് ദൈവമഹത്വത്തിനായി സഭയ്ക്കായി നൽകിയത്. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ചവർ മക്കൾക്ക് അവകാശം നൽകുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്താണ് ഉച്ചയ്ക്ക് 12 മണിയുടെ പ്രസക്തി? അക്കാലത്ത് അഷ്ടമി സമയം ദൈവാരാധനയ്ക്കും ദൈവിക സമർപ്പണത്തിനും മാത്രമുള്ള സമയമായി കരുതിയിരുന്നു. 1091 ധനുമാസം 28 ബുധനാഴ്ച 12 മണി സമയം അഷ്ടമി സമയമായിരുന്നു എന്ന് കാണുന്നു. ദൈവസമർപ്പണത്തിന് ഏറ്റവും അനുയോജ്യമായി കരുതിയിരുന്ന സമയം. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് യഹോവഭക്തിയിലൂടെ ലഭിച്ച വിജ്ഞാനം എത്ര ശ്രേഷ്ഠമായിരുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പിന്തിരിഞ്ഞു പോകാതെ സമൂഹത്തെ ഇവിടെ വളർത്തി വലുതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കാരണമ്മയുടെ കർമ്മനിരതമായ ദൈവവിശ്വാസവും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും നിസ്വാർത്ഥമായ പിന്തുണയുമാണ്. ഈ തലമുറകളെ എല്ലാം ഇവിടെ പിടിച്ചു നിർത്തിയത് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഈ സ്വഭാവ ഗുണങ്ങളാണ്. നമ്മുടെ സഹോദരിമാർ മറ്റു കുടുംബങ്ങളിൽ അവരുടെ ചർച്ചമഴിക്കുകളിലും ഇടാവളത്തിലായി ശോഭിച്ചു. ഈ ചങ്ങലയുടെ കണ്ണികളായ എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും മറ്റു കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളോട് ചേർന്ന സഹോദരി സഹോദര സമൂഹത്തോടും നന്ദി അറിയിക്കട്ടെ. 4ാം തലമുറയിൽപ്പെട്ട ഞങ്ങൾ കാർഷിക കുട്ടിയായിരുന്ന മാതാപിതാക്കന്മാർ ഈ പ്രമാണങ്ങൾ എങ്ങനെ പാലിച്ചിരുന്നുവെന്ന് കണ്ടു വളർന്നതാണ്. ദശാംശം, ആദ്യഫലം, സാമൂഹിക സഹായം, സഭാപ്രവർത്തകരെ സന്ധിക്കുക, പിടിയേരി, പള്ളിത്തന്നെ മുതലായ പരമ്പരാഗത ആചാരങ്ങൾ കണ്ടറിഞ്ഞ ഞങ്ങളും കേട്ടറിഞ്ഞ പിന്തലമുറയിൽ ആലോചനമായി തുടരുന്നത് കാണുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ചെറുപ്പകാലത്ത് ആദിവാരത്തിലാണ് അതിരാവിലെ ചെറുമേളവും ഗതിരാവഴിയും കേൾക്കുമ്പോൾ വല്ലംകുട്ടയും കഴിവിനനുസരിച്ച് ദാനവസ്തുക്കൾ നിർത്തി ഓരോ ഭവനത്തിൽ നിന്നും തലച്ചുകൂടായും കാളവണ്ടിയിലും ഇവിടെ കൊണ്ടുവരുന്ന കാഴ്ച മറ്റൊരിടത്തും കണ്ടിട്ടില്ല, ഇനി കാണുകയില്ല. 4ാം തലമുറയിൽപ്പെട്ട ഞങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള പ്രായവ്യത്യാസം വളരെ കൂടുതലാണ്. ചരിത്രം കണ്ടറിഞ്ഞ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ ഇനിഷ്യേറ്റീവാണ് വല്യമ്മത്തി കടന്നുപോയ 100 വർഷം കഴിയുന്ന ഈ അവസരത്തിൽ ഒരു ഓർമ്മ പ്രാർത്ഥന നടത്തണമെന്നുള്ളത്. ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയ ചർച്ച് കമ്മിറ്റി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അതിനച്ഛനെ ഇത്രയും ഭംഗിയായി നടത്തി തരികയും ചെയ്തു. അതിനച്ഛനോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും ആളുകളെ ഇവിടെ കൂട്ടിവരുത്തുകയും ചരിത്രം ഇത്രത്തോളം അവഗണിച്ച് പുതുതലമുറയ്ക്ക് പ്രചോദനമായി മാറ്റുകയും ചെയ്ത ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ നമ്പിച്ചാനുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാം ഞാൻ അറിയിക്കുന്നു. ഈ തലമുറയിലെ ഏറ്റവും ഇളയ ആളെ കൊണ്ട് നമ്പിച്ചാനൊരു കമന്റ് കൊടുക്കണമെന്ന് കിരണ്ട നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുപ്രകാരം കിരണും മകളും വേണ്ടി ഈ ചങ്ങലയിൽ നിന്നും പൊട്ടിമാറിയ പല കണ്ണികളെയും കൂട്ടിച്ചേർക്കുന്നതിൽ പ്രധാന പങ്ക് അപ്പൂച്ചാൻ്റെതാണ്. അപ്പൂച്ചാനുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ ചരിത്ര സത്യങ്ങൾ കണ്ടും അനുഭവിച്ചു അറിഞ്ഞ തൊണ്ണൂറുകളുടെ ചെറുപ്പത്തിലായ ചില ദിവസങ്ങളിൽ നൽകിയതാണ്. അവരുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. അക്കച്ചായനോടും ഇന്ത്യനാമൃത്തമ്മയോടുമുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു.
ഈ ലെഗസി ഏറ്റെടുക്കാൻ 5-6 തലമുറകൾക്ക് സമയമായിരിക്കും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കോവിഡ് കാലത്ത് എല്ലാ ദേവാലയങ്ങളും അടഞ്ഞിരുന്നപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ലോകം മുഴുവൻ കാണത്തക്കവണ്ണം ആരാധന ഒരുക്കിയ ചുരുക്കം ചില പള്ളികളിൽ ഒന്നാണ് സെന്റ് മത്തിയാസ് CSI ചർച്ച്. പുതുതലമുറയുടെ കയ്യിൽ ഈ പൈതൃകം സുരക്ഷിതമാണെന്നതിന് ഒരു തെളിവാണ്. കേട്ടത് മനസ്സിലാക്കി നിങ്ങൾ വരും തലമുറകൾക്ക് ഈ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ നല്ല പ്രവർത്തനത്തിന് പിന്നണിയിൽ നിന്ന് സഹകരിച്ച എല്ലാ 5-6 യുവജനാളുകളോടും അറിയിക്കട്ടെ. Also, let me take this opportunity to thank all our expatriates and NRI who carry his legacy in their hearts and pray for the growth of this church. Let our worship here in spirit and truth be a blessing to all of them. ക്രിസ്തുവിന്റെ 13ാം ശിഷ്യനായിരുന്ന വിശുദ്ധ മത്യാസിന്റെ പേരിൽ സ്ഥാപിച്ച ഈ ദേവാലയത്തിന്റെ ചരിത്രം മനസ്സിലാക്കി മധ്യകേരള മഹായിടവയുടെ ചരിത്രവുമായി കോർത്തിണക്കി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശനം നൽകുകയും കാലാകാലങ്ങളിൽ നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാ ബിഷപ്പുമാരെയും വികാരിയച്ചന്മാരെയും ഓർക്കുകയും ദൈവത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് സഹകരിക്കുകയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത നമ്മുടെ ഇടവുകാരി അജിമത്തായച്ചനുള്ള പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളട്ടെ. ആരാധനയ്ക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത സൗകര്യങ്ങളോടും നന്ദി അറിയിക്കുന്നു. നമ്മൾ തമ്മിലുടെയും കാരണവരുടെയും വംശാവലിയിൽപ്പെട്ട ഈ പ്രാർത്ഥനയോട് പങ്കെടുത്തവരും അനുഭാവം അറിയിച്ചവരും സുരസ്ഥരും സമീപസ്ഥരുമായ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ പൂർവികരുടെ സ്മരണ നമുക്കെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. ഈ ദേവാലയം ഇനിയുള്ള തലമുറകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യമായി നിൽക്കട്ടെ. നന്ദി. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി നൽകുകയും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ആഗ്രഹമനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ഇടയിൽ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാപ്പി പ്രകാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും നേരത്തെ സമയം ഉണ്ടാകുന്ന കഥയെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ കരുതലും കാവലും നടന്നു നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.